ഹായ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരെ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ വീണ്ടും പണിസ്ഥലത്തെ വിശേഷങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് മാന്തൾ മീനാണ് കറി വെക്കാൻ കിട്ടിയത്. അപ്പോൾ മാന്തളൊക്കെ മുറിച്ച് ഞാൻ വെള്ളത്തിൽ ഇട്ടണേ. പിന്നെ ഇന്ന് കർമൂസയാണ് ഉപ്പേരി ഉണ്ടാക്കാനായിട്ട്. പിന്നെ തക്കാളി പച്ചമുളകൊക്കെ മുറിച്ച് സെറ്റാക്കി വെച്ചതിന് ശേഷം ചട്ടിയിലിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ, കറി വെക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കർമൂസൊക്കെ അരിഞ്ഞെടുത്തതാ വെളിച്ചെണ്ണയിൽ കടുകൊക്കെ പൊട്ടിച്ച് ഉള്ളിയൊക്കെ വാട്ടിയെടുത്ത് വറ്റൽമുളകും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഞാൻ കർമൂസ അതിലിട്ട് കൊടുക്കുന്നു കേട്ടോ. ഇനി അത് ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വെച്ചാൽ അതിൻ്റെ ഇടയിലും ഇതിൻ്റെ ഉള്ളിയും തക്കാളിയൊക്കെ വഴന്നു വന്നതിന് ശേഷം ഇതിൽ മസാലകളൊക്കെ ചേർത്ത് കൊടുത്ത് പുളിവെള്ളമൊക്കെ ഒഴിച്ചിന് കേട്ടോ. ഇനി അതൊന്ന് തിളയ്ക്കണ വരെ വെയിറ്റ് ചെയ്യുക. അപ്പോഴേക്കും ഇത് ഉപ്പേരി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ. കാരണം അതിൽ ഓവർ വെള്ളം വെക്കാതെ കേട്ടോ വേവിക്കുന്നത്, അതുകൊണ്ട് തന്നെ അടി പിടിക്കാതെ ശ്രദ്ധിക്കണമല്ലോ. അപ്പം ഞാൻ അതിൻ്റെ പണിയും കറീൻ്റെ പണിയും കൂടി തകൃതിയായിട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം അടിച്ചു വരാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അടുപ്പത്തെ പണികളൊക്കെ ഉണ്ട് കഴിയട്ടെ വിചാരിച്ചതാണ്. അപ്പോൾ നമ്മൾ ഉപ്പേരി ഇവിടെ സെറ്റായി കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. തേങ്ങ ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടി പിടിക്കാതെ ശ്രദ്ധിക്കണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കരിച്ചിലൊന്നും പാടില്ലല്ലോ. അപ്പോൾ നമ്മളെ വീട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യണ്ടേ. അപ്പം കറി തിളച്ചിന് കേട്ടോ. മസാലയൊക്കെ തിളച്ച് നല്ല വെന്തിന്. അപ്പോൾ അതിലേക്ക് മാന്തൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മാന്താന്നും പറയും മാന്തൾ എന്ന് പറയും കേട്ടോ. അപ്പോൾ മനസ്സിലാകാത്തവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് മാന്തൾ എന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കറി ഒന്ന് കുറുക്കി വെക്കുകയാണ് കേട്ടോ. കറി ചെറുതായിട്ട് വെള്ളം ഓവർ ചേർക്കാതെയാണ് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനി മാന്തയൊന്ന് തിളച്ചതിൻ്റെ ശേഷം നമുക്ക് കറി ഇറക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഉഷാറായിട്ട് തളയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാൻ വിചാരിച്ചിട്ട് ചെയ്യാണ്. അങ്ങനെ നമ്മൾ അടുപ്പത്തെ പണികളൊക്കെ കഴിഞ്ഞ് കേട്ടോ. ഇന്ന് ചോറൊക്കെ വേഗം സെറ്റായിന്. അപ്പം ഇന്ന് രാവിലെ ഉണ്ടാക്കിയത് അപ്പം മുട്ടക്കറിയാണ് കേട്ടോ. അപ്പം ഇന്ന് കടി ഉണ്ടാക്കിയത് അവിടുത്തെ ചേച്ചിയാണേ. ഞാൻ ഇന്ന് ചോറും കറികളും മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പം ഇന്ന് മാന്തക്കറി ഉഷാറായി വെന്ത് അവിടെ എടുത്ത് വെച്ച് ഉപ്പേരി ഇതാ വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിന് കേട്ടോ. അപ്പം ചോറും വേറെ പാത്രത്തിലേക്ക് ആക്കി വെച്ച് ഇനി മേശമേലേക്ക് വെക്കണം. ഇനി കുറച്ച് തുണി ആറിയിടാണ്ട് കേട്ടോ. മിഷനിൽ തിരുമ്പിയതാണ്. ഇനി ഈ തുണി ഒന്ന് ആറിയിടണം. അപ്പോൾ മുറ്റത്ത് നല്ല വെയിലുണ്ട്. നോക്കിയപ്പോൾ നല്ല വെയിലാണ്. അപ്പോൾ ഇതൊന്ന് ആറിയിട്ട് വരാമല്ലോ. അപ്പോൾ അടുക്കളയിലെ പണി കഴിഞ്ഞതിന് ശേഷമുള്ള പണിയാണ് ഇട്ടത്. അപ്പോൾ ഉജാല മുക്കാനുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഉജാല മുക്കി, കഞ്ഞിവെള്ളം മുക്കാനുള്ളത് കഞ്ഞിവെള്ളം മുക്കി, അങ്ങനെയൊക്കെയാണ് കേട്ടോ. നമ്മളെ പണ്ടത്തെ സ്റ്റൈലും രീതികളൊക്കെയാണേ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യണം. ഇപ്പോഴൊക്കെ പിന്നെ ലിക്വിഡുകളുണ്ടല്ലോ മുക്കാനായിട്ട്. പക്ഷേ കഞ്ഞിവെള്ളം മുക്കുമ്പോൾ അതൊരു സുഖമാണ് കേട്ടോ. അങ്ങനെയുള്ള ആ ഒരു രീതികളൊക്കെയാണ് മുൻപോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ചിക്കിയിടണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഫുള്ള് എടുത്തതിന് ശേഷം ഒന്ന് പുറത്തിറങ്ങി നോക്കിയതാ കേട്ടോ. വെയിലുണ്ടോ ഈ സൈഡിൽ നിന്ന് ഉണ്ടെങ്കിൽ ഇവിടെ ഇടാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ. പക്ഷേ ഇവിടെ വെയിലില്ല. മുറ്റത്തേക്ക് തന്നെ പോയി നോക്കി. മുറ്റത്താണ് വെയിലുള്ളത് കേട്ടോ. അപ്പോൾ അവിടെ എന്താ പറയുക 3-4 അയിലുണ്ട് കേട്ടോ. അവിടെ കൊണ്ടുപോയി ഇടാൻ വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഞാൻ അവിടെ ആറിയിടാൻ വേണ്ടിയിട്ട് പോകണം. കുറച്ച് മാക്സികളും അങ്ങനെ അവിടുത്തെ അപ്പൻ്റെ മുണ്ടും കാര്യങ്ങളൊക്കെയാണ് ഉള്ളൂ. പിന്നെ അവിടുത്തെ പേരക്കുട്ടികളെ 1-2 ഡ്രസ്സുകൾ മാത്രം. അവരിവിടെ വരുമ്പോൾ അഴിച്ചിടുന്ന 1-2 ഡ്രസ്സുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമുക്ക് ഇന്നലെ വീഡിയോ എടുത്ത നമ്മളെ കൊച്ചു സുന്ദരിക്കുട്ടി ഉണ്ട് കേട്ടോ. ഓളാണ് ആൻറ്റിക്ക് ഞാൻ വീഡിയോ എടുത്തുതരാം പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ എടുത്തു തരുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര സപ്പോർട്ടാട്ടോ ആൾ. അപ്പോൾ 6ാം ക്ലാസ്സിലേക്കാണ് ഇനി പഠിക്കാൻ പോണത്. അപ്പോൾ ആൻറ്റി ഞാൻ വീഡിയോ എടുത്തുതരാം എന്നൊക്കെ പറഞ്ഞ് എടുത്തു തരണം. അപ്പോൾ ഞാനത് കുറച്ചൊന്ന് ആറിയിടാണ്ടല്ലോ, അതൊന്ന് വേഗം ആറിയിട്ടിട്ട് വേണം ഈ വെയിലത്തുനിന്ന് അങ്ങോട്ട് പോകാനായിട്ട് വിചാരിക്കുക കേട്ടോ. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ചെറിയ കുഞ്ഞു പണികളൊക്കെ. അപ്പോൾ ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയാകുമ്പോഴേക്കും തന്നെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോകും കേട്ടോ. വീട്ടിൽ ചെന്നിട്ട് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് ചോറ് വെക്കാണ്ട്. അപ്പം ചോറും കറിയൊക്കെ ഉണ്ടാക്കാണ്ട്. നന്ദുമോളും അബിയൊക്കെ വീട്ടിലുണ്ട്. ഉണ്ടാക്കും, സ്കൂളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പണിയോടുകൂടി എൻ്റെ പണികളൊക്കെ സമാപിച്ച് ഞാൻ വീട്ടിലേക്കുള്ള യാത്രയിലാട്ടോ. ഒരുപാട് ദൂരം നടക്കാണ്ട്. ഞാൻ നടന്നിട്ടാണ് പോകലും വരലും ഒക്കെ കേട്ടോ. അപ്പോൾ എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ ഈ വഴിയിലൊന്നും ഒരാൾ പോലും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചിട്ടും നോക്കിയിട്ടും ഒക്കെ വേണം പോകാനായിട്ട്. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുകയാണെങ്കിലും കൂടി ശരി, നല്ലോണം ആ ക്യാമറയിൽ കൂടി തന്നെ ഞാൻ ശ്രദ്ധിക്കും കേട്ടോ. സൈഡുകളിൽ ആരെങ്കിലും ബാക്കിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടോയെന്ന്. കാരണം ഒന്നും ഉണ്ടായിട്ടല്ല, എപ്പോഴും ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കുമല്ലോ അല്ലേ. അപ്പം ഇത് കൂടി തന്നെ മനസ്സിലാക്കാം നമ്മളെ പുറകിൽ ആരുണ്ടെങ്കിലും മുന്നിൽ ആരുണ്ടെങ്കിലും കേട്ടോ. അതുകൊണ്ട് അത് ഞാൻ നല്ലോണം ശ്രദ്ധിക്കും. എപ്പോഴും അനീഷേട്ടനും അമ്മയും പറയും അതിലേ പോകുമ്പോൾ ശ്രദ്ധിക്കണം എന്ന്. കാരണം ഞാൻ പറഞ്ഞതുപോലെ അത് അമ്പലത്തിലേക്ക് പോകുന്ന ഒരു വഴിയാണ് കേട്ടോ. അപ്പോൾ അതിൽ കൂടിയാണ് വരിക. അപ്പോൾ വരുന്ന വഴിക്ക് ഒരുപാട് മുല്ലമുട്ടുകളൊക്കെ കണ്ടപ്പോൾ അതൊക്കെ വീഡിയോ എടുത്ത് അങ്ങനെ വരിക കേട്ടോ. ഈ മുല്ലമരത്തുമ്പോൾ ഒരുപാട് മുല്ലകളുണ്ടാവും കേട്ടോ. എന്നും രാവിലെ പോകുമ്പോൾ ഞാനൊരു മുല്ല പറിച്ച് തലയിൽ വെച്ചിട്ടാട്ടോ പോവുക. അപ്പോൾ വെയിൽ അതിശക്തമായി കൂടിയപ്പോൾ ഞാൻ വേഗം ഷാളെടുത്ത് തലയിലിട്ട് കേട്ടോ. ഭയങ്കര ക്ഷീണം പിടിക്കും കേട്ടോ. നമ്മൾ ഉച്ചയ്ക്ക് വെയിലൊക്കെ കൊണ്ട് വീട്ടിലേക്ക് എത്തുമ്പോഴേക്ക് ഭയങ്കര ക്ഷീണം. അപ്പോൾ അനീഷേട്ടൻ ഇന്ന് വീട്ടിലുണ്ട്, പണിയൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് വിളിച്ച്
അപ്പോൾ ഞാൻ ചെല്ലുമ്പോഴേക്കും ഇതവിടെ പായസമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ പായസമുണ്ട്. പിന്നെ ഞാൻ വേഗം ചോറൊക്കെ വെക്കാൻ നിന്ന്. അനീഷേട്ടൻ ഞാൻ വരുമ്പോഴേക്ക് ലേശം വെള്ളമുള്ളത് അടുപ്പത്തൊക്കെ വെച്ച് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഞാനത് ചോറൊക്കെ ആക്കിയെടുത്ത് ഒന്ന് ഊറ്റിയെടുക്കട്ടെ. അപ്പോൾ വൈകുന്നേരത്തേക്കുള്ള പണി ആണ്. പിന്നെ ഉച്ചക്കത്തേക്കും ചോറ് കൊടുക്കാമല്ലോ. പിന്നെ കറി വെക്കാൻ മത്തിയാണ് കിട്ടിയത്. അത് നന്ദുമോള് മേടിച്ച് കൊണ്ടുവച്ചിനി കേട്ടോ. ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോൾ മീൻ മേടിച്ച് കൊണ്ടുവന്നിനി. അപ്പോൾ ആ മത്തിക്കറി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ഇപ്പോൾ സമയം ഒരു 1:30 ആയിട്ടാണ്. അപ്പോൾ നമ്മളെ വീട്ടിലെ പണികളും ആ വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇന്നത്തെ വൈകുന്നേരം. അപ്പോൾ എല്ലാവരും ചോദിക്കും അവിടുത്തെ പണി കഴിഞ്ഞ് വന്നിട്ടാണോ വീട്ടിലെ പണി എടുക്കലെന്ന്. പക്ഷേ അവിടുത്തെ പണി കഴിഞ്ഞ് വന്നാലും ഉണ്ടാകും, ഇവിടെയും പണികൾ ഉണ്ടാവും. അപ്പം 2 വീട്ടിലത്തെ കാര്യങ്ങളും നോക്കി പോകണ്ടേ. അപ്പോൾ കറി വേഗം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ മക്കൾക്ക് ചോറ് തിന്നാനായിട്ട്. അപ്പം അനീഷേട്ടനും പറയുന്നുണ്ട് ഈ ബേജാറാവണ്ട, സാവധാനം ഉണ്ടാക്കിക്കോ പറഞ്ഞപ്പം സാവധാനം തന്നെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ അത് വെന്ത് കിട്ടണ്ടേ അല്ലേ. അപ്പോൾ ഇന്നത്തെ ചോറും കറിയൊക്കെ തയ്യാറായി. ഇനിയിപ്പോൾ വൈകുന്നേരം വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ ഉണ്ടാക്കിയ കാബേജിൻ്റെ ഉപ്പേരി ഉണ്ടായിന് കേട്ടോ. അനീഷേട്ടന് പണിയുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയത്. പക്ഷേ പണി ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഉപ്പേരിക്ക് അവിടെ തന്നെ ഉണ്ട്. പിന്നെ കുറച്ച് ചക്ക കിട്ടിയതുണ്ടായിന് കേട്ടോ. അതിൻ്റെ ചക്കക്കുരൊക്കെ അവിടെ ഉണ്ട്. ഇനി ഈ ചക്കക്കുരൊക്കെ 2 ദിവസമായിട്ട് ഇങ്ങനെ കറി വെക്കൽ തുടങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ പായസം ഇനി കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് കുറച്ചെടുത്ത് കുടിക്കണം. എന്താ ഭയങ്കര ഇഷ്ടമാണ് എന്നൊന്നുമില്ല. അത്യാവശ്യത്തിന് കുടിക്കും, അത്ര തന്നെയുള്ളൂ. ഭയങ്കര ഇഷ്ടമൊന്നുമില്ല പായസത്തിനോട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. വലിയ വിശേഷങ്ങളൊന്നുമല്ല, എൻ്റെ കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ്. നമ്മളെ വീഡിയോ എല്ലാവരും സ്വീകരിക്കുമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. രാവിലത്തെ ചായ ഉണ്ട്, കുറച്ച് കഴിഞ്ഞ് ക്ലീനിങ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ. അപ്പോൾ അവിടെ നിന്ന് തന്ന 3-4 കറമൂസ ഉണ്ട്. അപ്പോൾ അത് പറ്റുമെങ്കിൽ വൈകുന്നേരത്തിന് ഉപ്പേരി ഉണ്ടാക്കണമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നാളെ ഉണ്ടാക്കാം കേട്ടോ. പണിക്ക് പോയ വീട്ടിൽ നിന്ന് ചേച്ചി തന്ന കർമൂസയാണ്. അപ്പോൾ ഒന്നിന് ഏകദേശം ഒരു പഴുപ്പ് തുടങ്ങിയേക്കണം കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാണ്ട് അതൊക്കെ കഴുകിയെടുത്ത് കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ. രാവിലെ തുടങ്ങിയ പണിയല്ലേ. നമ്മളെ വീട്ടിലെ പണി കഴിഞ്ഞ് പോയി അവിടുത്തെ വീട്ടിലെ പണിയെടുത്ത് പിന്നെയും നമ്മളെ വീട്ടിലെ പണി. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരോടും ബായ് പറയുകയാണേ. ബായ്.